എന്തായിരുന്നു കുറച്ച് മുൻപ് വരെ KSRTCയുടെ വാർത്തകളല്ലേ? ശമ്പളമില്ല, പെൻഷനില്ല, സമരം, പ്രതിഷേധം, അത്ര നല്ലതല്ലാത്ത വാർത്തകളുടെ ഘോഷയാത്രയായിരുന്നു. എന്നാൽ ഇപ്പോൾ ലാഭങ്ങളുടെ നേട്ടങ്ങളുടെ വാർത്ത ഓടിച്ചു വരികയാണ് KSRTC. 13 കോടി രൂപ വരെ ഇതാ നമ്മുടെ KSRTC ഒരു ദിനം കൊണ്ട് നേടുന്നു. തീരുന്നില്ല, മൂന്നാറിലൊക്കെ അടിപൊളി ഡബിൾ ഡെക്കർ ബസ് ടൂറിസ്റ്റുകളെ കൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്. മൂന്നാറിൽ മാത്രമല്ല, കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ KSRTCയുടെ മുഖമാകാൻ, ബ്രാൻഡ് അംബാസഡർ ആകാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാൽ കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് KSRTCയുടെ ഈ ഒരു മാറ്റങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു നാട്ടുകാരെ? നിങ്ങൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുണ്ടാവും. KSRTC എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കോഴിക്കോട് നിന്നും ചില ആളുകൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാനുണ്ട്. അപ്പോൾ ബെൻസൺ അവരോട് പോയി ചോദിക്കുന്നുണ്ട്, KSRTC കുതിക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ ബെൻസണിലേക്കാണ്. ബെൻസൺ എന്താണ് പറയുന്നത്, അവർക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. KSRTC മലയാളികളുടെ പ്രിയപ്പെട്ട ആനവണ്ടി. ഒരു കാലത്ത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം പറയാനുണ്ടായിരുന്ന KSRTCക്ക് ഇപ്പോൾ ലാഭത്തിന്റെ കാലമാണ്. ജനുവരി 5, അതായത് 2 ദിവസങ്ങൾക്ക് മുൻപ് 13.01 കോടി രൂപയാണ് KSRTCയുടെ കളക്ഷൻ, അതായത് ചരിത്ര കളക്ഷൻ. KSRTC കുതിക്കുകയാണോ? പൊതുജനാഭിപ്രായം തേടാം. ഞാൻ തൃശ്ശൂരെ വീട്, ഞാനിവിടെ കോഴിക്കോട് 10 വർഷം ഉണ്ടായിരുന്നു, കോട്ടലായിരുന്നു. ഞാൻ സ്ഥിരം KSRTCയിൽ തന്നെയാണ് വരല് പോലൊക്കെ. അപ്പം ഞാൻ വന്നുള്ളത് KSRTCയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വരാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ടെൻഷനും ഇല്ല. മുൻപുള്ളതിനെക്കാട്ട് സുഖമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പ്രൈവറ്റ് വണ്ടിയാണ് വെയിറ്റ് ചെയ്ത്. ഞാൻ കയറിയത് KSRTCയിലാണ്. ഒരു ടെൻഷനും ഇല്ല. സുഖമായി വന്നു. ഞാൻ ഇപ്പോൾ സാഗറിലൊന്ന് വർഷം വെച്ച് തിരിച്ച് ഞാൻ തൃശ്ശൂർക്ക് KSRTC നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നല്ല അഭിപ്രായമാണ്. സാധാരണ യാത്രക്കാർക്ക് അത് ഏറ്റവും വലിയ ഉപകാരപ്രദമായിരിക്കും. കാരണം നല്ല രീതിയിൽ മറ്റ് വാഹനങ്ങളെക്കാൾ കൂടുതൽ നല്ല രീതിയിൽ പോകുവാനും എല്ലാ കാര്യത്തിലും ഒക്കെ നല്ല ഇതായിരിക്കും. ഇപ്പോഴത്തെ തീരുമാനം നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച് എന്താ പറയുക, യാത്രക്കാർക്കുള്ള സൗകര്യം കൂടി ആയി കിട്ടണം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ടോയ്ലറ്റില്ലേ കുറച്ച് നീറ്റായിട്ട് ആക്കാം. യാത്രക്കാർ വരുന്നല്ലേ, അപ്പോൾ അവരുടെ എന്താ പറയുക ബേസിക് കേസിൽ വരുന്നല്ലേ, ഇതൊക്കെ വളരെ നന്നായി ചെയ്യാം. കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാൽ ഇതിന്റെ അംബാസഡർ